ഹലോ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഈ പാർക്കിൽ നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഈ പാർക്കിൽ തന്നെയാണ് പോവാറ്. എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഈ പാർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പാർക്ക് കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങോട്ട് തന്നെ വരാറ്. നമ്മൾ വരുന്ന സമയത്ത് മോൾ ഉറങ്ങുമായിരുന്നു കേട്ടോ. അതാണ് അവളെ കൊണ്ടുവരാതിരുന്നത്. അപ്പോൾ നമ്മൾ നടക്കുന്നതിനിടയിൽ കുറേ ഗെയിംസൊക്കെ കളിക്കാറുണ്ട്. ഈ പാർക്കിൽ നിന്ന് ഇലക്ട്രോണിക് സിറ്റിയിലുള്ള M5 മോൾ നേരെ കാണാം കേട്ടോ. നടക്കുന്നതിനിടയിലാണ് ഓന്തിനെ കണ്ടത്. നിറം മാറുന്നത് ലൈവായി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ക്യാമറയൊക്കെ ഓണാക്കി നിന്നതായിരുന്നു. പക്ഷെ മൂപ്പർ അതിനൊന്നും നിന്ന് തന്നില്ല. അപ്പോൾ പാർക്കിൽ നിന്ന് നോക്കിയ സമയത്ത് M5 മോളിൽ ലുലുവിൻ്റെ ബോർഡ് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ ലുലുവിലോട്ട് പോയി. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയ സമയത്താണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്പൺ ആയ കാര്യം ഞാൻ പാർക്കിൽ നിന്ന് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ ലുലു വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മുന്നേ മോളിൽ വന്ന ഏത് ടൈമിലും ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല കേട്ടോ. ലുലു ആയതുകൊണ്ട് ബീഫൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ബീഫ് മാത്രം കിട്ടിയില്ല. നമ്മളവിടുന്ന് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും ചിക്കൻ പെപ്പർ ഫ്രൈയും ഗീ റൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയിൽ ചിക്കൻ ഒട്ടും വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സ്മെല്ലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബിരിയാണി നമ്മൾ ഒട്ടും കഴിച്ചില്ല കേട്ടോ. അത്രയും ബാക്കി വെച്ചിട്ടാണ് വന്നത്. ഗീ റൈസ് മാത്രമാണ് കുറച്ച് നല്ലതായിട്ട് തോന്നിയത്. പെപ്പർ ഫ്രൈയും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇത്രയും ബാക്കി വെച്ചു. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നല്ലോണം ഡിസപ്പോയിൻറ്റഡ് ആയി. അപ്പോൾ വേറെ ആർക്കെങ്കിലും ഇതുപോലെ തോന്നിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ അവിടുത്തെ സ്നാക്സും സ്വീറ്റ്സൊക്കെ കൊള്ളായിരുന്നു. വയറ് നിറയാത്തതുകൊണ്ട് വീട്ടിൽ ചെന്ന് കുക്ക് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച സങ്കടത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.